നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 3 ശ്ലോകം 40. ഇന്ദ്രിയാണി മനോബുദ്ധിരസ്യാധിഷ്ഠാനമുച്യതേ ഏതേർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയാണ് കാമത്തിന്റെ ഇരിപ്പിടങ്ങൾ. അവയിൽ കൂടി കാമം യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവസത്തയെ മോഹിപ്പിക്കുന്നു. ബദ്ധനായ ജീവാത്മാവിന്റെ ശരീരത്തിൽ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലാണ് ശത്രു നിലയുറപ്പിച്ചിട്ടുള്ളത്. വിജയേച്ഛുവായ മനുഷ്യനു വേണ്ടി ആ ശത്രുകേന്ദ്രങ്ങൾ ഏതെല്ലാമാണെന്ന് ഭഗവാൻ ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണ് മനസ്സ്. ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി കേൾക്കുന്ന മാത്രയിൽ അത് വിഷയസുഖാനുഭൂതികളിലൂടെയൊക്കെ സംഭരണിയായി മാറുന്നു. അങ്ങനെ മനസ്സും ഇന്ദ്രിയങ്ങളും കാമത്തിന്റെ കലവറകളായി തീരുന്നു. പിന്നീട് ബുദ്ധിയുടെ വിഭാഗവും കാമപ്രവണതകളുടെ കൂത്തരങ്ങാകുന്നു. ബുദ്ധിയാകട്ടെ ആത്മാവിന്റെ തൊട്ടടുത്ത അയൽക്കാരനും. കാമാധിഷ്ഠമായ ബുദ്ധി ആത്മാവിനെ മിഥ്യാഹംഭാവം കൊണ്ട് ഭൗതിക പദാർത്ഥത്തോട്, അതായത് മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇവയോട് സ്വാത്മീഭവിക്കാനും പ്രേരിപ്പിക്കുന്നു. അങ്ങനെയാണ് ആത്മാവ് വിഷയോപഭോഗങ്ങൾ കടിമപ്പെടുന്നതും അവയിലാണ് യഥാർത്ഥ സുഖമെന്ന് തെറ്റിദ്ധരിക്കുന്നതും. ശ്രീമദ് ഭാഗവതത്തിൽ ഇങ്ങനെ പറയുന്നു: ധാതുത്രയ നിർമ്മിതമായ ദേഹത്തെ ആത്മാവായും കളത്രാദികളെ സ്വബന്ധുക്കളായും ജന്മഭൂമിയെ പൂജനീയമായും കരുതി അതീന്ദ്രിയ ജ്ഞാനികളെ കണ്ടുമുട്ടണമെന്ന ലക്ഷ്യമില്ലാതെ സ്നാനത്തിനു വേണ്ടി മാത്രം തീർത്ഥാടനം ചെയ്യുന്നവൻ വെറും പശുവോ കഴുതയോ ആണ് എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ശ്ലോകം 41. തസ്മാത് ത്വമിന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. ഹേ ഭാരതശ്രേഷ്ഠ, ആദ്യമായി തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ പാപമുദ്രയായ കാമത്തെ മുരടിപ്പിക്കുക. ജ്ഞാനത്തെയും ആത്മസാക്ഷാത്കാരത്തെയും ഇല്ലാതാക്കുന്ന ഈ കാമത്തെ നശിപ്പിക്കുക. ആരംഭത്തിൽ തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന്റെ ത്വരയെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്ന ഈ മഹാപാപിയായ ശത്രുവിനെ, കാമത്തെ നിർവീര്യനാക്കാൻ കഴിയുമെന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. ആത്മാവിനെയും ആത്മാവല്ലാത്തതിനെയും വേർതിരിച്ചറിയലാണ് ആത്മാവ് ശരീരമല്ലെന്ന് ഗ്രഹിക്കലാണ് ജ്ഞാനം. വിജ്ഞാനമാകട്ടെ ആത്മാവിനെക്കുറിച്ചുള്ള സവിശേഷ ജ്ഞാനവും ജീവന്റെ മൂലസ്വരൂപത്തെയും അതിന് പരമാത്മാവുമായുള്ള ബന്ധത്തെയും കുറിച്ചുള്ള അറിവാണത്. ഭഗവത്ഗീത ആത്മാവിനെ പറ്റിയുള്ള ജ്ഞാനം നൽകുന്നു. ഭഗവദംശങ്ങളാണ് ജീവാത്മാക്കൾ. ഭഗവത് സേവനം മാത്രമാണ് അവരുടെ ചുമതല. ഈ ബോധമാണ് കൃഷ്ണാവബോധം. ഇത് ജീവിതത്തിന്റെ ഏതു ഘട്ടത്തിൽ ബോധ്യപ്പെടുന്നുവോ അന്നു മുതൽക്ക് കൃഷ്ണാവബോധത്തോടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കൃഷ്ണന്റെ സേവനത്തിൽ ഏർപ്പെട്ട് കാമത്തെ ദൈവപ്രേമമാക്കി മാറ്റുകയും ചെയ്യാം. അതാണ് മനുഷ്യനെത്താവുന്ന അത്യുത്കൃഷ്ട പദം.